UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വ്യക്തികളെ സന്ദർശിച്ച് വോട്ട് തേടുകയായിരുന്നു ഇന്നത്തെ ദിവസം. പെരുന്നാൾ ആയതുകൊണ്ട് ഇന്ന് നാളെയും പൊതുപ്രചാരണമില്ല. ഉച്ചയ്ക്ക് എടക്കര പൂവത്തിക്കൽ പള്ളിയിൽ ജുമാ നമസ്കാരത്തിനെത്തിയ ആളുകളോടും ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിച്ചു. പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ പഞ്ചായത്ത് തല പര്യടനത്തിലൂടെ കൂടുതൽ ആളുകളോട് വോട്ട് ചോദിക്കുന്നത് നമ്മൾ മൈക്ക് ഉപയോഗിച്ചാണെങ്കിൽ ഇത് വളരെ നേരിട്ട് കൊണ്ട് തന്നെ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ 2 ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിങ്. ആര്യാടൻ ഷൗക്കത്ത് പെരുന്നാൾ പ്രമാണിച്ച് ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ഒരു വോട്ട് അഭ്യർത്ഥനയ്ക്ക് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ബാപ്പുട്ടിക്ക സ്റ്റൈലുണ്ട് എന്ന് കേട്ടിരുന്നു. അതായത് എല്ലാവരുടെയും അടുത്തുപോയി ചെവിയിൽ കുശലം പറയുന്നത് പോലെയൊക്കെയാണ് വോട്ട് ചോദിക്കുന്നതെന്ന്. അങ്ങനെയുള്ള വോട്ട് ചോദ്യത്തിന്റെ ദിവസമായിരിക്കുമോ ഇന്നും നാളെയും ഒക്കെ? അങ്ങനെ തന്നെയാണ് സുജയ. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് തല വാഹന പ്രചരണത്തിലായിരുന്നു. എല്ലാ പഞ്ചായത്തുകളിലും, മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അദ്ദേഹം എത്തുകയും വോട്ട് തേടുകയും ചെയ്തു. പക്ഷേ ഇന്നും നാളെയും പൊതുപ്രചരണം ഇല്ല. പകരം ഈ ചില വീടുകളും മറ്റും സന്ദർശിച്ച അത്തരത്തിലുള്ള ചില വ്യക്തികളെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം നാളെ ഇപ്പോൾ പെരുന്നാളാണ്. നാളെയും അത്തരത്തിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കും. മാത്രമല്ല ചില വ്യക്തികളെയും മറ്റും കാണുകയും ചെയ്യും. രാവിലെ പ്രാർത്ഥനാ മറ്റുമായി അദ്ദേഹം പള്ളിയിലേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് ജുമാ നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം എടക്കരയിലെ പൂവത്തിക്കൽ പള്ളിയിലാണ് എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളോടൊക്കെ തന്നെ അദ്ദേഹം വോട്ട് തേടിയിരുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഇനി പഞ്ചായത്ത് തല പ്രചരണം പൂർത്തിയായി. ഇനി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്യം. മാത്രമല്ല കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നുമുണ്ട്. അത്തരത്തിൽ ഈ പ്രചാരണം സജീവമാക്കാൻ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ തീരുമാനം. മാത്രവുമല്ല ഈ UDF ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാക്കാനും സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ പരാമർശം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതൊക്കെ തന്നെ സജീവമാക്കാനാണ് ഇപ്പോൾ തീരുമാനം. അത്തരത്തിൽ ഈ പ്രചാരണ വിഷയങ്ങൾ സജീവമാക്കിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഇന്നും നാളെയും പൊതുപരിപാടികളും പ്രചരണ പരിപാടികളും ഇല്ല. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം എങ്ങനെ പോകുന്നുവെന്ന് വ്യക്തമാക്കി കാട്ടാൻ